ആഗസ്റ്റ് 1 നാഷണൽ ഓറൽ ഹൈജീൻ ഡേ. വ്യത്യസ്ത പരിപാടികളുമായി ഇന്ത്യൻ ദന്തൽ അസോസിയേഷൻ കോസ്റ്റൽ മലബാർ ബ്രാഞ്ച്. This news is brought to you by Elroy Opticals and Computerized Eye Clinic, Chirupura. Phone 9961660599. ആഗസ്റ്റ് 1 ദേശീയ ദന്ത ശുചിത്വ ദിനം കൂടിയാണ്. ഇതിന്റെ ഭാഗമായി ഇന്ത്യൻ ദന്തൽ അസോസിയേഷൻ കോസ്റ്റൽ മലബാർ ബ്രാഞ്ച് വ്യത്യസ്തങ്ങളായ പരിപാടികളാണ് നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായി പയ്യന്നൂരിൽ നടക്കുന്ന KSRTC ബസ് ഫ്ലാഗ് ഓഫ് പരിപാടി വി കുഞ്ഞികൃഷ്ണൻ MLA നിർവഹിക്കും. സ്കൂളിൽ കുട്ടികൾക്കായി ബോധവൽക്കരണ ക്ലാസുകൾ, ഹെൽത്തി സ്മൈൽ, പുഞ്ചിരി മത്സരം എന്നിവയും അഗതി മന്ദിരങ്ങൾ കേന്ദ്രീകരിച്ച് ക്ലിനിക്കുകൾ പ്രവർത്തിക്കുമെന്നും ഇന്ത്യൻ ദന്തൽ അസോസിയേഷൻ കോസ്റ്റൽ മലബാർ ബ്രാഞ്ച് മുൻ പ്രസിഡന്റ് ഡോക്ടർ സിജോ സെബാസ്റ്റ്യൻ പറഞ്ഞു. ഓഗസ്റ്റ് 1 നാഷണൽ ഓറൽ ഹൈജീൻ ഡേ. നാഷണൽ ഓറൽ ഹൈജീൻ ഡേ നമ്മളിപ്പം ആഘോഷിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ദന്തശുചിത്വത്തിൻ്റെ പ്രാധാന്യം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. അതിൻ്റെ ഭാഗമായി ഇന്ത്യൻ ഡെൻ്റൽ അസോസിയേഷൻ രാജ്യവ്യാപകമായി നിരവധി പ്രോഗ്രാമുകൾ നടത്തുകയാണ്. നമ്മുടെ ഏരിയയിലെ ഡെൻ്റൽ അസോസിയേഷൻ ബ്രാഞ്ചായ ഇന്ത്യൻ ഡെൻ്റൽ അസോസിയേഷൻ കോസ്റ്റൽ മലബാർ ബ്രാഞ്ച് നമ്മുടെ നാട്ടിൽ ഈ ഓഗസ്റ്റ് 1 തീയതി നിരവധി പ്രോഗ്രാമുകളോടെ ജനങ്ങളിലേക്ക് എത്തുകയാണ്. അതിൻ്റെ ഒരു പ്രാധാന്യം നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്. ദന്തശുചിത്വത്തിൻ്റെ പ്രാധാന്യം ഞാൻ അറിയിക്കുകയാണ്. എന്തിനൊക്കെയാണ് നമ്മൾ ദന്തശുചിത്വം പാലിക്കേണ്ടത്? പ്രധാനമായി നമുക്കറിയാം ദന്തരോഗം, ദന്തക്ഷയം, മോണരോഗം തുടങ്ങിയവ വരുന്ന തടയുക. വായുനാറ്റം അത് നമുക്കറിയാം. നമുക്ക് ഒരു ആത്മവിശ്വാസത്തോടെ മറ്റുള്ളവരിലേക്ക് സംസാരിക്കണമെങ്കിൽ നമുക്ക് നല്ല ശുചിത്വമുള്ളൊരു വായായിരിക്കണം. അതുപോലെ പല അസുഖങ്ങളും നമ്മുടെ വായിലെ അണുബാധ കൊണ്ട് ഉണ്ടാകാം. പ്രധാനമായും ഇപ്പോഴത്തെ പുതിയ പഠനങ്ങളൊക്കെ കാണിക്കുന്നത് ഹൃദയരോഗം വരെ മോണരോഗ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകാം. അതുപോലെ പ്രമേഹം, അതും മോണരോഗം കാരണം പ്രമേഹവും മോണരോഗവും തമ്മിൽ വളരെയധികം ബന്ധപ്പെട്ട് കിടന്നിരിക്കുന്നു. അതുപോലെ ഏതൊക്കെ രീതിയിൽ നമുക്ക് നമ്മുടെ ദന്തശുചിത്വം നന്നായി പാലിക്കാൻ സാധിക്കും? ഏറ്റവും പ്രധാനമായി നമുക്ക് വേണ്ടത് നമ്മുടെ ബ്രഷിംഗ് രീതിയാണ്, ബ്രഷിംഗ് ടെക്നിക്കാണ്. രാവിലെയും വൈകുന്നേരവും നല്ല രീതിയിൽ ബ്രഷ് ചെയ്യുക. ബ്രഷ് ചെയ്യുന്നത് എല്ലാവരും ബ്രഷ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് പ്രോപ്പർ ടെക്നിക്കിൽ ബ്രഷ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് സംശയം. ബ്രഷ് ചെയ്യുമ്പോൾ തീർച്ചയായും ഒരുപാട് സമയം ബ്രഷ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. വളരെ കുറഞ്ഞൊരു ക്വാണ്ടിറ്റി ടൂത്ത് പേസ്റ്റ് മാത്രം, ഒരു പയറുമണിയുടെ വലിപ്പത്തിലുള്ള ടൂത്ത് പേസ്റ്റ് മാത്രം ഉപയോഗിക്കുക. ടൂത്ത് പേസ്റ്റ് എടുക്കുമ്പോൾ അത് ബ്രഷിൻ്റെ ബ്രിസിൽസിനുള്ളിലേക്ക് ടൂത്ത് പേസ്റ്റ് എടുക്കുക. അതിനുശേഷം ബ്രഷിങ് ഒരു മോണയുടെ പല്ലിൻ്റെ ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മറ്റേ സൈഡ് വരെ. അത് ചെയ്യേണ്ടത് രീതി എന്ന് വെച്ചാൽ നമ്മളൊരു അപ്പ് ആൻഡ് ഡൗൺ മോഷൻ, അതായത് മോണയിൽ നിന്ന് താഴേക്ക്, മോണയിൽ നിന്ന് മുകളിലേക്ക്, അങ്ങനെയുള്ള രീതിയിൽ അങ്ങേയറ്റം വരെ ബ്രഷ് ചെയ്യുക. ഇനി അത് സാധിക്കുന്നില്ലെങ്കിൽ ഒരു സർക്കുലർ മോഷൻ, റൗണ്ടായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കും. അതുപോലെ കടിക്കുന്ന ഭാഗങ്ങളിൽ, അതുപോലെ വായുടെ ഉൾവശങ്ങളിൽ, അങ്ങനെ 3 വശങ്ങളും കൃത്യമായി ബ്രഷ് ചെയ്യുക. മാക്സിമം ഒരു 3 മിനിറ്റൊക്കെ ബ്രഷ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. പിന്നെ വരുന്നത് നമുക്ക് പല്ലുകളുടെ ഇടയിലുള്ള ഭാഗമാണ്, ഇൻ്റർഡെൻ്റൽ ഭാഗം. ആ ഭാഗങ്ങളും വളരെയധികം കേടുവരാൻ സാധ്യത കൂടുതലുള്ളതാണ്. നമ്മൾ സാധാരണ ചെയ്യാത്തൊരു കാര്യമാണ്. അവിടെയും ക്ലീൻ ചെയ്യാനുള്ളൊരു ഉപകരണമാണ് ഡെൻ്റൽ ഫ്ലോസ് എന്ന് പറയുന്നത്. ഒരു നൂല് പോലെയുള്ളൊരു ഉപകരണമാണത്. അതുപയോഗിച്ച് 2 പല്ലുകൾക്കിടയിലുള്ള അഴുക്കുകൾ നമുക്ക് മാറ്റിക്കഴിഞ്ഞാൽ അവിടെയും ദന്തക്ഷയം ഉണ്ടാകുന്ന ഒരു പരിധിവരെ നമുക്ക് തടയാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആരോഗ്യകരമായ ഒരു ഭക്ഷണ രീതിയാണ്. ഭക്ഷണ രീതി എന്ന് പറഞ്ഞാൽ ഫൈബ്രസ് അടങ്ങിയ ഭക്ഷണങ്ങൾ, കൂടുതലായിട്ട് നാരുകളടങ്ങിയ ഭക്ഷണം കഴിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒട്ടിപ്പിടിക്കുന്ന മധുരമുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ അത് പല്ലുകളുടെ കുഴികളിലൊക്കെ ഒട്ടി നിന്നിട്ട് അത് ഭാവിയിൽ അത് സുഷിരമായി മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായും ഓരോ തവണയും മധുരം മറ്റോ കഴിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നല്ല വൃത്തിയിൽ വായി കഴുകുകയും ശുചിയായി വെക്കുകയും ചെയ്യണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, ഒരു 6 മാസത്തിലൊരിക്കലെങ്കിലും ഒരു ദന്ത ഡോക്ടറെ കണ്ട് എന്തെങ്കിലും നമ്മുടെ പല്ലുകൾക്ക് കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ പോടുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിപ്പിക്കുക എന്നുള്ളത്. കാരണം ഒരു കേട് ഒരു പല്ലിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതാണ്ടൊരു 6 മാസത്തിലധികം എടുക്കും അതിൻ്റെ ഉള്ളിലേക്ക് എത്തുവാൻ, അതായത് നമ്മുടെ വേദനയിലേക്ക് എത്തുവാൻ. അപ്പോൾ അതിനുള്ള സമയമാണ് ഈ 6 മാസം എന്ന് പറയുന്നത്. അപ്പോൾ 6 മാസം ഒരിക്കൽ നിർബന്ധമായും ഒരു ദന്ത ഡോക്ടറെ കണ്ട് നമുക്ക് നമ്മുടെ പല്ല് ഓക്കെ ആണോ എന്ന് പരിശോധിപ്പിക്കേണ്ടതും ആവശ്യമായ ചികിത്സകൾ എടുക്കേണ്ടതും നിർബന്ധമാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തുടക്കത്തിലെ തന്നെ ആ അസുഖങ്ങളെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചിലവേറിയ മറ്റ് ചികിത്സകളിലേക്ക് പോകുന്നത് നമുക്ക് തടയാൻ സാധിക്കും. നല്ലൊരു പല്ലുകളുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പൊതുവായ ആരോഗ്യവും മെച്ചമായിരിക്കുകയുള്ളൂ. നമുക്കറിയാം നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ ദഹന പ്രക്രിയ ആരംഭിക്കുന്നത് നമ്മുടെ വായിൽ നിന്നാണ്. നല്ല രീതിയിൽ വായിൽ ആഹാരം ചവച്ചരച്ച് കഴിച്ച് നമ്മുടെ സലൈവയുമായി ചേർന്ന്
എൻസൈം റിയാക്ഷൻ ഉണ്ടായി അവിടെ നിന്നാണ് നമ്മുടെ ദഹനപ്രക്രിയ ശരിക്കും ആരംഭിക്കുന്നത്. അപ്പം നല്ല രീതിയിലുള്ള പല്ലുകൾ ഇല്ലാതിരിക്കുകയോ പല്ലുകൾ മിസ്സാവുകയോ അല്ലെങ്കിൽ വേദനയുള്ള പല്ലുകൾ ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ ചവച്ചരയ്ക്കുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ടാവുകയും അത് നമ്മുടെ പൊതുവായ ആരോഗ്യത്തെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായും ഈ ഒരു ദിവസം ഈ ഒരു ഡെൻ്റൽ ഹൈജീൻ ഡേയിൽ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ദന്താരോഗ്യം കൃത്യമായി ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ പൊതുവായ ആരോഗ്യത്തിന് ദന്ത ആരോഗ്യം നിർബന്ധമാണ്. അപ്പം അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വെള്ളരിക്കുണ്ട് ഓൾഡ് ഏജ് ഹോമിൽ സൗജന്യ ദന്തൽ ക്ലിനിക്കും, ചീമേനി ഓപ്പൺ ജയിൽ, ചട്ടിവയൽ സ്നേഹഭവൻ, ഉമ്മറപ്പൊയിൽ ശാന്തിഭവൻ, ചിറ്റാരിക്കൽ വൈസ് നിവാസ് എന്നിവിടങ്ങളിൽ സൗജന്യ ദന്തൽ ക്ലിനിക്കുകളും പ്രവർത്തിക്കും. കൂടാതെ തൃക്കരിപ്പൂരിൽ നിന്നും പയ്യന്നൂരിലേക്ക് സൈക്കിൾ റാലിയും സംഘടിപ്പിക്കും. സൈക്കിൾ റാലി സന്ദീപ് വാര്യർ MLA ഉദ്ഘാടനം ചെയ്യും. ദന്തശുചിത്വവും സംരക്ഷണവും ഏറ്റവും അത്യന്താപേക്ഷിതമാണെന്ന സന്ദേശത്തിലാണ് ദന്തൽ ഹൈജീൻ ഡേ സംഘടിപ്പിക്കുന്നത്. കണ്ണുകളുടെ സംരക്ഷണത്തിന് ഏറ്റവും ഗുണമേന്മയുള്ള കണ്ണടകളുടെ വ്യാപാര രംഗത്ത് സേവന മികവിന്റെ 17ാം വർഷത്തിലേക്ക് എൽറോയ് ഓപ്റ്റിക്കൽസ് ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് ഐ ടെസ്റ്റിംഗ് ക്ലിനിക് ചെറുപുഴ, സഹോദര സ്ഥാപനം അച്ചൂസ് ഐ ക്ലിനിക് ചെമ്പേരി, ആലക്കോട്, ശ്രീകണ്ഠാപുരം, ത്രീസ്യാമ ഐ ഡിപ്പാർട്ട്മെന്റ്, സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. എല്ലാ ദിവസങ്ങളിലും വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, സൗജന്യ കണ്ണുപരിശോധന, ഗുണനിലവാരമേറിയ ഗ്ലാസുകളും ഫ്രെയിമുകളും. എൽറോയ് ഓപ്റ്റിക്കൽസ് ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് ചെറുപുഴ. ഫോൺ 9961 660 599.